പാപികളെ കൊല്ലുക വഴി പാപത്തെ കൊല്ലാമെന്ന് കരുതുന്ന കുരിശുയുദ്ധക്കാരനായ ഡൊമിനിക്കിൻ്റെ വഴി ഫ്രാൻസിസ് തിരസ്കരിക്കുന്നു. ഡൊമിനിക് വിശ്വസിക്കുന്നത് മനുഷ്യപ്രകൃതി തിന്മയാണെന്നും ശക്തി കൊണ്ടേ അതിനെ വെല്ലാൻ കഴിയൂ എന്നുമാണ്. ശരീരം ആത്മാവിന് തടസ്സം നിൽക്കുന്നുവെങ്കിൽ ശരീരത്തെ നശിപ്പിക്കണമെന്നാണ് ഡൊമിനിക്കിൻ്റെ തത്വം. എന്നാൽ ഫ്രാൻസിസിൻ്റേതാകട്ടെ ഒരുമയുടെയും സഹോദര സ്നേഹത്തിൻ്റെയും വഴിയാണ്. ഡൊമിനിക് യുദ്ധവും ഭസ്മവും എന്ന് മുറവിളി കൂട്ടുമ്പോൾ ഫ്രാൻസിസ് സ്നേഹം എന്ന് പറയുന്നു. ഡൊമിനിക് ശക്തി എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് കാരുണ്യം എന്ന് പറയുന്നു. ഹിംസയും വെറുപ്പും ദൈവത്തിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്നും അവയും ഈശ്വര സേവയ്ക്ക് ഉപയോഗിക്കാമെന്നും ഡൊമിനിക് വിശ്വസിക്കുന്നു. താൻ വെറുക്കുന്നത് ചെകുത്താനെ മാത്രമാണെന്ന് ഫ്രാൻസിസ് മറുപടി പറയുന്നു. എന്നാൽ ഉടൻ അദ്ദേഹം തിരുത്തുന്നു, ഇല്ല, ഞാൻ അവനെയും വെറുക്കുന്നില്ല. പലപ്പോഴും ഞാൻ നിലത്ത് സാഷ്ടാംഗം വീണ് നമ്മുടെ വഞ്ചിതനായ സഹോദരന് മാപ്പ് കൊടുക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് ആട്ടിൻകുട്ടിയും താൻ സിംഹവുമാണെന്നും സിംഹവും ആട്ടിൻകുട്ടിയും ചേർന്ന് പോവുകയില്ലെന്നും പറയുന്ന കുരിശുദ്ധക്കാരനോട് ഫ്രാൻസിസ് ഫലിതരൂപേണ പറയുന്നു, ഒടുവിൽ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ തന്നെ തിന്നുകളയരുതേ എന്ന്. മറ്റൊരിടത്ത് ലിയോവിനോട് അദ്ദേഹം പറയുന്നു, പ്രലോഭിപ്പിക്കുന്നവനെ ഭയക്കേണ്ട, അവനും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്.